ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. SFR എന്ന് ഷോർട്ടായിട്ട് പറയും. അപ്പോൾ എന്താണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്? ഇപ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ട രജിസ്റ്റേഴ്സൊക്കെ തന്നെയാണ്. അതായത് ടി മോഡ്, അതുപോലെ ടി കോൺ, ടൈമർ റിലേറ്റഡ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സാണ്. അതുപോലെ SBUF, SCON. സോ ഇങ്ങനെ കുറേ രജിസ്റ്റേഴ്സ് നമ്മൾ കണ്ടായിരുന്നു. ടൈമർ പഠിപ്പിച്ചപ്പോഴും അതുപോലെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ച സമയത്തും. സോ ഈ രജിസ്റ്റേഴ്സൊക്കെ തന്നെയാണ് ആക്ച്വലി ഇതുപോലെ ഒരു സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സാണ് ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിൽ വരുന്നത്. അപ്പോൾ ടോട്ടൽ 21 രജിസ്റ്റേഴ്സാണ് സ്പെഷ്യൽ ഫങ്ഷൻസ് രജിസ്റ്റേഴ്സായിട്ട് 8051 ഉള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ സെപ്പറേറ്റ് അഡ്രസ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 80F തൊട്ട് FF വരെ, 80 to FF. ഇതാണ് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിന് കൊടുത്തേക്കുന്ന അഡ്രസ്സ്. സോ ഇനി എൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഏതൊക്കെയാണ് 8051 യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ്, അതുപോലെ അതിൻ്റെ അഡ്രസ്സ് ഏതൊക്കെയാണ് അതൊന്ന് നോക്കാം. അതുപോലെ എന്തിനാണ് ഈ ഒരു അഡ്രസ്സ് അലോക്കേഷൻ എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ കാണുന്നതാണ് 8051 യൂസ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ SFRs. അപ്പോൾ അതുപോലെ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ഓരോ രജിസ്റ്റേഴ്സിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇതിൽ ഉള്ള രജിസ്റ്റേഴ്സ് നമുക്കറിയാവുന്നതാണ്. ഒന്ന് B രജിസ്റ്ററാണ്, പിന്നെ അക്യുമുലേറ്റർ, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്, IPIE, അതുപോലെ വരുന്ന പോർട്സ് P0, P1, P2, P3, SBUF, SCON, അതുപോലെ TH0, TL0യും TH0യും, അതായത് ടൈമർ രജിസ്റ്ററിൻ്റെ ലോവർ 8 ബിറ്റ്സും അതുപോലെ ഹയർ 8 ബിറ്റ്സും, അതാണ് TL0യും TH0യും. അതുപോലെ തന്നെ ടൈമർ 0യുടെ ആണിത്. ടൈമർ 1ൻ്റെ ആകുമ്പോഴത്തേക്കും TL1ഉം TH1ഉം വരും, ലോവർ 8 ബിറ്റ്സും അതുപോലെ ഹയർ 8 ബിറ്റ്സും. ടി മോഡ് രജിസ്റ്റർ, ടി കോൺ, പവർ കൺട്രോൾ, PCON രജിസ്റ്റർ, അതുപോലെ DPH, DPL, സ്റ്റാക്ക് പോയിൻറ്റർ, അതുപോലെ P0 പോർട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ SFR എന്ന് പറഞ്ഞ ആ ഒരു സെറ്റിനകത്ത് വരുന്നത്. പിന്നെ ഇതിൽ ചില രജിസ്റ്റേഴ്സ് ബിറ്റ് അഡ്രസ്സബിളാണ്, ചിലത് ബൈറ്റ് അഡ്രസ്സബിളാണ്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന എല്ലാ രജിസ്റ്റേഴ്സും എന്താണ്, മജോറിറ്റി ഓഫ് രജിസ്റ്റേഴ്സും 8 ബിറ്റ് രജിസ്റ്റേഴ്സാണ്. ഇപ്പോൾ എല്ലാം 8 ബിറ്റ് രജിസ്റ്റേഴ്സാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ ഈവൻ ടൈമർ രജിസ്റ്റർ ആണെങ്കിൽ കൂടി നമ്മൾ രണ്ടായിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ടൈമർ രജിസ്റ്റർ 16 ബിറ്റാണ് നമ്മൾ പറയുന്നതെങ്കിലും TL0യും TH0യും അതുപോലെ TL1ഉം TH1ഉം ആയിട്ട് രണ്ട് സെപ്പറേറ്റ് ഹയർ ബൈറ്റ്സും ലോവർ ബൈറ്റ്സും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. സോ ആ ഒരു രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. സോ എല്ലാ രജിസ്റ്റേഴ്സും ഇതിൽ ലിസ്റ്റ് ചെയ്തേക്കുന്നതെല്ലാം എത്രയാണ്, 8 ബിറ്റ് രജിസ്റ്റേഴ്സാണ്. അപ്പോൾ ഇതിൽ ചില രജിസ്റ്റേഴ്സ് ബിറ്റ് അഡ്രസ്സബിളാണ്, ചിലത് ബിറ്റ് അഡ്രസ്സബിൾ അല്ല. എന്താണ് ബിറ്റ് അഡ്രസ്സബിൾ എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്? അപ്പോൾ 8 ബിറ്റ് രജിസ്റ്റർ ആണെങ്കിൽ അതിലെ ഓരോ ബിറ്റും നമ്മൾ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്? അപ്പോൾ ഓരോ ബിറ്റും നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും, ആ ഒരു അഡ്രസ്സ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പോർട്ട് നോക്കുക. പോർട്സ് എല്ലാം
ബിറ്റ് അഡ്രസ്സബിളാണ്. അപ്പോൾ നമുക്കറിയാം ഓരോ പോർട്ടിനും 8 പിൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പിന്നിനും സെപ്പറേറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ പിന്ന് നമുക്ക് ഈ ഒരു അഡ്രസ്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ P2 എടുക്കുകയാണെങ്കിൽ B0, B1, B2, B3, B4. B1, B2, B3, B4, B5, B6, B7. അതിൽ ഈ B0, B1, B2, B3 എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്? ബിറ്റ് അഡ്രസ്സാണ്. ആ ഓരോ പിന്നിൻ്റെ അഡ്രസ്സാണ്. ആ B0 എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഹെക്സ് വാല്യൂ ആണ്. 8 ബിറ്റ് ഹെക്സ് വാല്യൂ ആണ് ബിയും 0യും. അതാണ് 0th പിന്നിൻ്റെ അഡ്രസ്സ്. ഫസ്റ്റ് പിന്നിൻ്റെ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? B1 വരും, അടുത്തത് B2 വരും, അടുത്ത B3 വരും, B4, B5, B6, B7. അങ്ങനെ 8 പിന്നിൻ്റെ അഡ്രസ്സ് അതിനകത്ത് വരും. പോർട്സ് എല്ലാം ഇതുപോലെ ബിറ്റ് അഡ്രസ്സബിളാണ്. പിന്നെ അതുപോലെ Tcon രജിസ്റ്റർ ബിറ്റ് അഡ്രസ്സബിളാണ്. Tcon നോക്കുകയാണെങ്കിൽ 0th ബിറ്റിൻ്റെ അഡ്രസ്സ് 88 ആണ്. 88 ആണ് എൻ്റെ സ്റ്റാർട്ടിങ്. ഫസ്റ്റ് ബിറ്റ് 89, അടുത്ത ബിറ്റ് 8A, 8B, 8C, 8D, 8D, 8F അങ്ങനെ പോകും. അങ്ങനെ ഓരോ ബിറ്റ് പൊസിഷനും അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ രജിസ്റ്റേഴ്സും ബിറ്റ് അഡ്രസ്സബിൾ അല്ല. ബിറ്റ് അഡ്രസ്സബിൾ അല്ലാത്ത രജിസ്റ്റേഴ്സ് ലിസ്റ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് 805-നുള്ള സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ്. സോ ഇനി നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ SFRസിന് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിന് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം 805-ൻ്റെ റാം എന്ന് പറഞ്ഞാൽ 128 ബൈറ്റ്സ് ആണ്. സോ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് 002-7F ആണ്. ഓക്കെ, 8 ബിറ്റ് അഡ്രസ്സാണ് റാമിലെ ഓരോ ലൊക്കേഷനും നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 8 ബിറ്റ് വെച്ച് മാക്സിമം എത്ര അഡ്രസ് ലൊക്കേഷൻ പറ്റും? 2⁸, അതായത് 256 ലൊക്കേഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 256 അഡ്രസ്സസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്ര യൂസ് ചെയ്തിട്ടുള്ളൂ? റാമിന് വേണ്ടിയിട്ട് 128 അഡ്രസ്സ് വരെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ അഡ്രസ് സ്പേസിൽ റിമൈനിങ് അഡ്രസ്സ്, അതായത് 7F കഴിഞ്ഞടുത്ത വാല്യൂ 80 ആണ്. അത് തൊട്ട് FF വരെ. FF എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ബിറ്റിൽ പോകാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ആണ് FF. സോ ഇത്രയും അഡ്രസ്സ് യൂസ് ചെയ്തിട്ടില്ല, അൺയൂസ്ഡ് ആണ്, ഫ്രീ അഡ്രസ് സ്പേസ് ആണ്. അപ്പോൾ ഈ യൂസ് ചെയ്യാത്ത 802FF ആ ഒരു അഡ്രസ് സ്പേസ് ആണ് എന്തിനു വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്നത്? നേരത്തെ കാണിച്ച സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാമിൻ്റെ അഡ്രസ്സിൻ്റെ എക്സ്റ്റൻഷനാണ് SFRന് കൊടുത്തേക്കുന്ന അഡ്രസ്സ്. പക്ഷേ ഓർത്തിരിക്കേണ്ട കാര്യം, SFR എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷനോ ഫിസിക്കലി മെമ്മറി ലൊക്കേഷനല്ല, അത് രജിസ്റ്റേഴ്സ് തന്നെയാണ്. അത് രജിസ്റ്റേഴ്സ് എവിടെയാണ്? മൈക്രോ കൺട്രോളിൽ തന്നെയുള്ള രജിസ്റ്റേഴ്സാണ്. ബട്ട് അതിന് നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 802FF ഒരു ഫിസിക്കൽ മെമ്മറി ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റത്തില്ല. അത് ജസ്റ്റ് ആ ഒരു സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിന് ചില സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് നമ്മൾ കൊടുത്തേക്കുന്ന അഡ്രസ്സ് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് എ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. റാമിലെ ലൊക്കേഷൻ്റെ അഡ്രസ്സ് അല്ല, പകരം രജിസ്റ്റേഴ്സ് നമ്മൾ കൊടുത്തേക്കുന്ന അഡ്രസ്സ് മാത്രമാണ് ഈ 802FF. സോ ഇനി നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിന് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഓപ്പ് കോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിന് നമ്മളിങ്ങനെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ ഓപ്പ് കോഡ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ മൂവ് A, B എന്ന് പറഞ്ഞൊരു
ഇൻസ്ട്രക്ഷനാണ് എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഹെക്സ് കോഡ് എന്ന് പറഞ്ഞാൽ 89H ആണ്. ഹെക്സ് കോഡല്ല, ഓപ്പ് കോഡ്. അതായത് ബിന്ന് എയിലേക്ക് നമുക്ക് വാല്യൂ മൂവ് ചെയ്യണം. സോ അതാണ് ഇൻസ്ട്രക്ഷൻ്റെ മീനിങ്, അതാണ് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ 89H ആയിരിക്കും. ഓക്കെ, ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷനെ നമ്മൾ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പേഴ്സ്, ബൈനറി കോഡ് ജനറേറ്റ് ചെയ്യണം. അതായിരിക്കും എൻ്റെ മെഷീൻ ലാംഗ്വേജിൽ വരുന്ന ഇൻസ്ട്രക്ഷൻ. സോ മൂവ് A, Bനെ കൺവേർട്ട് ചെയ്ത് ഒരു ബൈനറി നമ്പറാക്കി മാറ്റും. അങ്ങനെ കിട്ടുന്ന ബൈനറി നമ്പറിൻ്റെ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷനാണ് ഈ 89H. ഓക്കെ, അപ്പോൾ 89H എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു 8-ബിറ്റ് നമ്പറാണ്. എന്ന് വെച്ചാൽ മൂവ് A, B കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും വേണ്ടി വരുന്നത് 1 ബൈറ്റ് അല്ലെങ്കിൽ 8-ബിറ്റ് ആയിരിക്കും ആ ഒരു ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വരുന്നത്. സോ ഇതൊരു 1 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണെന്ന് പറയാം. കാരണം എന്താണ്, ഇത് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു 8-ബിറ്റ് നമ്പറാണ്. അപ്പോൾ അത് സേവ് ചെയ്യണമെങ്കിൽ 8 ബൈറ്റ് അല്ലെങ്കിൽ 1 ബൈറ്റ് മെമ്മറി ലൊക്കേഷൻ മതി. സോ ഇറ്റ്സ് എ 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. അതാണ് എൻ്റെ മീനിങ്. സോ ഇനി വേറൊരു ഇൻസ്ട്രക്ഷൻ എടുക്കുക, മൂവ് A, #01H. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്ന കാര്യം അറിയാം. 01 എന്ന് പറഞ്ഞൊരു ഇമ്മീഡിയറ്റ് വാല്യൂ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഹെക്സ് കോഡ് നോക്കുകയാണെങ്കിൽ 7401 ആണ് വരുന്നത്. അപ്പോൾ 74 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പ് കോഡാണ്. ഇതിൻ്റെ ഓപ്പ് കോഡ് ഈ പറയുന്ന മൂവ് A, 01, അതായത് ഇമ്മീഡിയറ്റ് വാല്യൂ എയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അത് എൻ്റെ ഓപ്പ് കോഡ് പാർട്ട് വരുന്നത് 74 ആയിരിക്കും. രണ്ടാമത്തെ പാർട്ട് 01 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന നമ്പറാണ്, ഇമ്മീഡിയറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 01 മാറ്റി 02 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താകും, 7402 ആയിരിക്കും അതിൻ്റെ ഓപ്പ് കോഡ് വരുന്നത്. അപ്പോൾ 02 എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പ് കോഡും ചേഞ്ച് ചെയ്യും. ഓപ്പ് കോഡ് ഈ ഒരു പാർട്ട് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. 74 എല്ലാ കേസിലും സെയിം ആയിരിക്കും. അപ്പോൾ 01 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 7401 ആയിരിക്കും വരുന്നത്. 02 മൂവ് A, #02 ആണ് കൊടുക്കണമെങ്കിൽ കിട്ടുന്നത് 7402 ആയിരിക്കും. സോ എന്ന് വെച്ചാൽ ഈ 74 എന്ന് പറഞ്ഞ ഓപ്പ് കോഡ് പാർട്ട് സെയിം ആയിരിക്കും, മാറ്റമൊന്നുമില്ല. സോ ഇനി നമുക്ക് SFRൻ്റെ കേസിലേക്ക് വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് SFRന് ഇങ്ങനെ ഒരു അഡ്രസ്സ് കൊടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ എഴുതുകയാണ്, മൂവ് A, SCON അല്ലെങ്കിൽ മൂവ് A, TCON. അപ്പോൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ സപ്പോസ് ഇതിന് അഡ്രസ്സ് ഒന്നും കൊടുത്തിട്ടില്ലെന്ന് വിചാരിക്കുക. അതായത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിന് അഡ്രസ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ ഇതിനെല്ലാം നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പ് കോഡ് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടോട്ടൽ 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ മൂവ് A, അപ്പോൾ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ നമ്മൾ 21 ഡിഫറെൻറ്റ് വെറൈറ്റി ഓപ്പ് കോഡ്സ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താ, 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ മൂവിനും കറസ്പോണ്ടിങ് ഡിഫറെൻ്റ് ഓപ്പ് കോഡ് കൊടുക്കേണ്ടി വരും. എങ്ങനെയാണെങ്കിൽ ഈ SCON, TCON അങ്ങനെ ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് അഡ്രസ്സ് കൊടുക്കുന്നില്ല, ജസ്റ്റ് SCON, TCON അല്ലെങ്കിൽ PCON, TH, TL അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ. അതിന് പകരം ഇപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ അഡ്രസ്സ് യൂസ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ നേരത്തെ ഇൻസ്ട്രക്ഷൻ എടുക്കുക, മൂവ് A, SCON. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു
അഡ്രസ്സ് മാത്രം ഒപ് കോഡിലേക്ക് ആഡ് ചെയ്താൽ മതി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്. സോ അതായത് നേരത്തെ കേസിൽ ഇമ്മീഡിയറ്റ് വാല്യൂ കൊടുത്ത അതേ സിനാരിയോയാണ് ഇവിടെ വരുന്നത്. അതായത് മൂവ് A,#01H കൊടുത്ത സമയത്ത് ഉണ്ടാകുന്ന സിനാരിയോ പറഞ്ഞായിരുന്നല്ലോ. മൂവ് A,#01H ആണെങ്കിൽ അതിൻ്റെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒപ് കോഡ് വരുന്നത് 7401 ആണ്. ഇനി മൂവ് A,#02 ആണ് കൊടുക്കേണ്ടതെങ്കിൽ 7402 ആയിട്ടാണ് മാറുന്നത്. അതായത് 74 എന്ന് പറഞ്ഞ പാട്ട് സെയിം ആണ്. ഇമ്മീഡിയറ്റ് വാല്യൂ കൊടുക്കുന്നതനുസരിച്ചിട്ട് ആ ഒരു 74 കഴിഞ്ഞുള്ള പാട്ട് മാത്രമേ മോഡിഫൈ ആവുള്ളൂ. ഏകദേശം അതേപോലെ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓപ്പ് കോഡ് പാർട്ട് സെയിം ആയിട്ടിരിക്കും. ഇപ്പോൾ എസ്കോൺ ആയാലും ഇപ്പോഴത്തെ വരുന്നത് മൂവ് എസ്കോൺ ആണെങ്കിലും T-കോൺ ആണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു അഡ്രസ്സ്, ആ ഒരു വാല്യൂ മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൂവ് A,S ആണെങ്കിൽ ഓപ്പ് കോഡ് മൂവ് അതിനുള്ള ഓപ്പ് കോഡ് സെയിം ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് വരും, എസ്കോണിൻ്റെ അഡ്രസ്സ് എനിക്ക് തോന്നുന്നു 98 ആണെന്ന് തോന്നുന്നു. ഇതായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഹെക്സ് കോഡ് എഴുതുവാണെങ്കിൽ കിട്ടുന്നത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട്. സോ ഇനി അടുത്തത് മൂവ് A,T-കോൺ ആണെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിലും ഒപ്പ് കോഡ് പാർട്ടിന് സെയിം പോർഷൻ തന്നെയായിരിക്കും. സോ T-കോൺ രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് 88 ആണ് വരുന്നത്. അപ്പോൾ ഈ 88 പാർട്ട് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. സോ മൂവ് ഈ ഒപ്പ് കോഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സെയിം നമ്പർ തന്നെയായിരിക്കും. ഇപ്പോൾ എന്താ അഡ്വാൻറ്റേജ് വന്നത്, ഇപ്പോൾ ഇവിടെ നമ്മൾ രജിസ്റ്റർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. SFR സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് അതിനനുസരിച്ച് ഓപ്പ് കോഡ് മാറുന്നില്ല. ജസ്റ്റ് ഈ സെക്കൻഡ് പോർഷൻ വരുന്ന നമ്പർ മാത്രമേ മാറുന്നുള്ളൂ. സെയിം ഓപ്പ് കോഡ് വെച്ച് തന്നെ നമുക്ക് 21 രജിസ്റ്ററിൻ്റെ മൂവ് A,SFR ഏതെങ്കിലും രജിസ്റ്റർ T-കോൺ ആയാലും എസ്കോൺ ആയാലും SBUF ആയാലും കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും സെയിം ഓപ്പ് കോഡ് തന്നെയാണ് വരുന്നത്. ഏത് SFR ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ഒരു പാർട്ട് മാത്രം, രണ്ടാമത്തെ പാർട്ട് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. ഓപ്പ് കോഡ് എന്ന് പറഞ്ഞ പാർട്ട് ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു അഡ്രസ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ്. അഡ്രസ്സ് യൂസ് ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പ് കോഡ്സ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേണം. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിന് നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, രജിസ്റ്റർ SFR മാറുന്നതനുസരിച്ചിട്ട് ഈ ഒരു വേർഷൻ വരുന്ന ആ നമ്പർ മാത്രമേ വരുള്ളൂ. ഫസ്റ്റ് പോർഷൻ വരുന്ന ഓപ്പ് കോഡ് പാർട്ട് അത് എല്ലാത്തിനും സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് SFRസിനെ കുറിച്ച് പറയാനുള്ളത്.